ഒരു ഡിവിഷൻ ബെഞ്ച് സ്വമേധയ എന്നതുപോലെ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ആ ഉത്തരവ് ഇതാണ്: 1964 ഭൂപതിവ് ചട്ടങ്ങൾ. ആ ചട്ടങ്ങൾ 64 ഉണ്ടാക്കുമ്പോൾ ഭൂമി പതിച്ചു കൊടുക്കുന്നതിന് 2 മാനദണ്ഡങ്ങളാണ് പറഞ്ഞിരുന്നത്. ഒന്ന്, സമയം പൂർത്തീകരിച്ച്, അതായത് ലീസ് കൊടുക്കുകയും ആ ലീസിന്റെ കാലാവധി അവസാനിച്ചതിന് ശേഷം ആളുകൾ കൈവശം വച്ചിരിക്കുന്ന ഭൂമിക്ക് പട്ടയം കൊടുക്കാം. അല്ലെങ്കിൽ സർക്കാരിന് എതിർപ്പില്ലാത്ത കയ്യേറ്റ ഭൂമിക്ക് പട്ടയം കൊടുക്കാം. എൻക്രോച്ച്മെന്റ് നോട്ട് ഫൗണ്ട് ഒബ്ജക്ഷണബിൾ എന്നാണ് ഇംഗ്ലീഷിൽ അതിന് പറഞ്ഞു വെച്ചിട്ടുള്ളത്. അതിനെയാണ് നമ്മൾ കുടിയേറ്റം എന്ന് പറയുക. സർക്കാരിന് എതിർപ്പില്ലാത്ത ഭൂമിയിലെ കയ്യേറ്റത്തെ നമ്മൾ കുടിയേറ്റം എന്ന് പറയും. അങ്ങനെ പറയുന്ന ആ ക്ലോസ് കേരള ഭൂപതിവ് നിയമത്തിന്റെ 7ാം ചട്ടത്തിനകത്ത് ബഹുമാന്യനായ മന്ത്രി റോഷി അഗസ്റ്റിൻ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ സദസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ കേരള ഹൈക്കോടതിയിൽ അങ്ങനെ ഒരു വിധി ഉണ്ടായിട്ട് അതിനകത്ത് കോടതി പറയുന്നത്, അപ്പോൾ അതിനകത്ത് 7ാം ചട്ടമനുസരിച്ച് ഈ ഭൂമി പതിച്ചു കൊടുക്കുന്നതിനുള്ള അർഹത ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ലീസ്, അതിന്റെ കാലപരിധി കഴിഞ്ഞ ഭൂമിയുള്ളവർക്കും ഭൂമി കയ്യേറി കൈവശം വെച്ചിരിക്കുന്ന ആളുകൾക്കുമാണ്. പിന്നീട് 1971 അന്നത്തെ ഗവൺമെന്റ് ഈ 64 ഭൂപതിവ് ചട്ടങ്ങളിലെ 7ാം ചട്ടത്തിൽ ഭേദഗതി ചെയ്തുകൊണ്ട് ഈ ആനുകൂല്യം 1971 ഓഗസ്റ്റ് മാസം 1-ാം തീയതിക്ക് മുമ്പ് ഭൂമി കയ്യേറി സർക്കാരിന് എതിർപ്പില്ലാതെ കൈവശം വെച്ചവർക്കും ലഭ്യമാക്കുമെന്ന് പറഞ്ഞു. അതിനുശേഷം ഇപ്പോൾ ഏതാണ്ട് 52 വർഷമായി. ഈ 52 വർഷമായി നമ്മൾ ഇവിടെ പട്ടയം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇടുക്കിയുടെ മലയോര മേഖലയിൽ കൊടുത്തിട്ടുള്ള മുഴുവൻ പട്ടയവും ഈ എൻക്രോച്ച്മെന്റ് വിച്ച് നോട്ട് ഫൗണ്ട് നോട്ട് ഒബ്ജക്ഷണബിൾ ബൈ ദ ഗവൺമെന്റ് ആണ്. ഗവൺമെന്റിന് എതിർപ്പില്ലാത്ത എൻക്രോച്ച്മെന്റ് കയ്യേറ്റം, ആ കയ്യേറ്റ ഭൂമിയിൽ പട്ടയം കൊടുത്തിട്ടുള്ളതാണ്. ഹൈക്കോടതി പറഞ്ഞു ആ ചട്ടം മൂല നിയമം 1964 കേരള ഭൂപതിവ് നിയമത്തിന്റെ സ്പിരിറ്റിന് വിരുദ്ധമാണ്. കാരണം 1960 ഭൂപതിവ് നിയമം അനുസരിച്ച് ഭൂമി പതിച്ചു കൊടുക്കാൻ പറ്റുക പൊതു ആവശ്യങ്ങൾക്കാണ്, പബ്ലിക് പർപ്പസിനാണ്. അപ്പോൾ അതിന് വിരുദ്ധമായി കൊടുത്തിട്ടുള്ള അതിന് വിരുദ്ധമായി പട്ടയം കൊടുക്കേണ്ട ഈ ചട്ടം നിയമത്തിന്റെ വ്യവസ്ഥകൾക്ക് വിരുദ്ധമായതുകൊണ്ട് ഇത് നിയമപരമായി നിലനിൽക്കില്ല എന്നാണ് കോടതിയുടെ അഭിപ്രായം. അതുകൊണ്ട് ഈ നിയമത്തിന്റെ സാധുതയെ സംബന്ധിച്ച് കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി കോടതിയെ ബോധ്യപ്പെടുത്തണം. അതുവരെ ഇടുക്കി ജില്ലാ കളക്ടർ ഈ തരത്തിലുള്ള ഒരു പട്ടയവും ആർക്കും കൊടുക്കരുത് എന്ന് കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നമ്മളുടെ ജില്ലയിലെ പട്ടയ നടപടികളെ പൂർണ്ണമായും കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നു. അടുത്ത തലത്തിൽ, അതിന്റെ അടുത്ത ഘട്ടത്തിൽ ഇതുവരെ കൊടുത്ത പട്ടയങ്ങളുടെ നിയമസാധുതയെ കോടതി സംശയിച്ചിരിക്കുന്നു. നാളെ ഒരു ലോൺ എടുക്കാൻ ഒരാൾ ഒരു നിയമോപദേശത്തിന് ഒരു അഭിഭാഷകന്റെ അടുത്ത് ചെന്നാൽ ഈ കോടതി ഉത്തരവ് നിൽക്കുമ്പോൾ ഈ പട്ടയം സാധുവാണ് എന്ന് എങ്ങനെ നിയമോപദേശം നൽകും? നൽകിയിട്ടുള്ള പട്ടയങ്ങളും ഇനി ലഭിക്കാനുള്ള പട്ടയങ്ങളെയും എല്ലാം പ്രതിസന്ധിയിലാക്കിക്കൊണ്ടുള്ള കോടതിയുടെ ഉത്തരവ് നമ്മളുടെ പബ്ലിക് ഡൊമൈനിൽ നിൽക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ കോടതി ഉത്തരവ് ഉണ്ടായത്? ഈ കോടതി ഉത്തരവ് ഉണ്ടാകുന്ന ഘട്ടത്തിൽ ഇതിന്റെ ചരിത്രം, ഈ നാടിന്റെ ചരിത്രമുണ്ട്. എന്തുകൊണ്ടാണ് 1960 ഭൂപതിവ് നിയമത്തിന് ശേഷം 1964 കയ്യേറിയ ഭൂമി സർക്കാരിന് തർക്കമില്ലാതെ കൈവശം വെച്ചിരിക്കുന്നവർക്ക് പട്ടയം കൊടുക്കാൻ അന്നത്തെ ഗവൺമെന്റ് തീരുമാനിച്ചത്? അതിനൊരു ചരിത്ര പശ്ചാത്തലമുണ്ട്. ആ ചരിത്ര പശ്ചാത്തലം ഇവിടെ നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ നാടിന്റെ കുടിയേറ്റത്തിന്റെ ചരിത്രമാണ്. അതിലേക്ക് നയിച്ച സാഹചര്യങ്ങളാണ് മനുഷ്യനെ സ്വന്തം മണ്ണ് വിട്ട് മറ്റൊരു നാട്ടിലേക്ക് കുടിയേറാൻ, അവിടുത്തെ എല്ലാ പ്രതിസന്ധികളോടും പ്രതികൂല സാഹചര്യങ്ങളോടും പടവെട്ടി അവിടെ നിലയുറപ്പിക്കാൻ, അവിടെ പിടിച്ചു നിർത്താൻ പ്രേരിപ്പിച്ച നാടിന്റെ ചരിത്രമുണ്ട്. അതിലേക്ക് അവരെ പ്രോത്സാഹിപ്പിച്ച, സർക്കാരിനെ നയിച്ച നാടിന്റെ ചരിത്രമുണ്ട്. ആ ചരിത്രം മനസ്സിലാക്കാൻ കോടതികൾക്കാവാതെ പോകുന്നു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഫുട്വെയറുകളുടെ കാര്യത്തിൽ ഇനി ഒരൊറ്റ ചോയ്സ്, ബൂട്ട്സ് ആൻഡ് ബക്കിൾസ്. പാരമ്പര്യത്തിനൊത്ത മഹിമയുമായി നീൻഡോർ ഗ്രൂപ്പിന്റെ പുതിയ സംരംഭം. വിപുലമായ കളക്ഷൻസും ക്വാളിറ്റിയും. ലോകോത്തര ബ്രാൻഡുകളുടെ ചെരുപ്പുകൾ, ഷൂസുകൾ, ബാഗുകൾ, ട്രോളികൾ എന്നിവയുടെ ട്രെൻഡി കളക്ഷൻസ്.
അതിവിശാലമായ ഷോറൂം, വിപുലമായ പാർക്കിംഗ് സൗകര്യം. ഇനി ഓരോ ചുവടും ആത്മവിശ്വാസത്തോടെ. ബൂട്ട്സ് ആൻഡ് ബക്കിൾസ്, പുളിയൻമല റോഡ്, കട്ടപ്പന.